ഹലോ സെവൻ സ്റ്റാൻഡേർഡ് മക്കാസ്, വെൽക്കം ടു ന്യൂട്ടൺസ്. യെസ്, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുറച്ച് ബുദ്ധിമുട്ടിച്ചല്ലേ? എഡിറ്റിംഗ് ഒക്കെ ഭാഗമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിലും എന്താണ്, നന്നായിട്ട് പഠിച്ചവർക്ക് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു, എങ്കിലും കുറച്ച് ചോദ്യങ്ങൾ പ്രയാസപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യങ്ങളുടെ എന്ത് ചെയ്യാം, ആൻസേഴ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ മക്കളെ ആദ്യം എന്തായിരുന്നു, നമുക്കൊരു പാസേജ് ആയിരുന്നല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പാസേജ് വായിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ചെയ്താൽ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് ഒരു പാസേജിൽ നിന്ന് എന്ത് ചെയ്യാം, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് എന്താണ് ഒരു പാസേജ് തരും, അതിൽ നിന്ന് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ചെയ്താൽ. അപ്പം റിയ ഇസ് എ 12-year-old ഗേൾ സ്റ്റഡിങ് ഇൻ ക്ലാസ് 7th എന്നൊക്കെ പറഞ്ഞൊരു പാസേജ് ആയിരുന്നു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വാട്ട് ഡിഡ് റിയ ഗിവ് മനു? മനുവിന് എന്താണ് റിയ കൊടുത്തത് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട്, എന്തായിരുന്നു ചോദിച്ചു കൊടുത്തത്? ഇതാ കിടക്കുന്നു, റിയ ഗേവ് ഹിം എ ന്യൂസ് പേപ്പർ. അപ്പൊ ന്യൂസ് പേപ്പർ എന്ന ഓപ്ഷനിലുണ്ട്, ന്യൂസ് പേപ്പർ എന്ന് നന്നായിട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ കിടക്കുന്നു, എ ന്യൂസ് പേപ്പർ അല്ലേ? ന്യൂസ് പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ന്യൂസ് പേപ്പർ അല്ല ന്യൂ പേപ്പർ. ഓക്കെ, ന്യൂസ് പേപ്പർ അല്ല ന്യൂ പേപ്പർ. ഓക്കെ, പുതിയൊരു പേപ്പറാണ് എന്ത് കൊടുത്തത്. ഓക്കെ, ന്യൂ പേപ്പറിന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചു നോക്കുക അല്ലെ? കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെയാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആശ ഈസ് റിയാസ് ഫ്രണ്ട്, അത് കറക്റ്റ് ആണ് അല്ലെ? ദെൻ ദ ടീച്ചർ കൺഗ്രാജുലേറ്റഡ് റിയ, അത് കറക്റ്റ് ആണോ? യെസ്, അതും കറക്റ്റ് ആണ്. മനൂസ് പേപ്പർ ഗോട്ട് വെറ്റ്, അത് കറക്റ്റ് ആണോ? യെസ്, അതും കറക്റ്റ് ആണ്. ദെൻ റിയ ഗോട്ട് എ പ്രൈസ് ഇൻ ദി കോമ്പറ്റീഷൻ, റിയയ്ക്ക് ഒരു പ്രൈസ് കിട്ടിയായിരുന്നു ആ കോമ്പറ്റീഷനിൽ? ഇല്ല, അത് കറക്റ്റ് അല്ല. അപ്പൊ ഏതാ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരിക? യെസ്, തേർഡ് ഓപ്ഷൻ ആണ്. 1, 2 and 3 ആർ കറക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ സി ആണ് കറക്റ്റ് ഓപ്ഷൻ വരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ രീതിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഓപ്ഷൻസ് ഒക്കെ തന്ന് ഇങ്ങനെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദി സ്റ്റോറി? എന്തുവാ ഈ സ്റ്റോറിയുടെ മെസ്സേജ്? എന്തുവാ ഇങ്ങനെ, അതായത് എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിലും എന്തായിരിക്കണം, വളരെ എന്താണ് ഹാപ്പി ആയിരിക്കണം അല്ലെ? നമ്മുടെ റിയ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നുണ്ടല്ലോ, മറ്റൊരാൾ വിജയിച്ചിട്ടും എന്താണ്, അവൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് അല്ലെ? യു ഷുഡ് ബി എന്താണ് ഹാപ്പി ഇൻ അതേഴ്സ് സക്സസ്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ വൈ ഡിഡ് ദ ടീച്ചർ കൺഗ്രാജുലേറ്റ് റിയ? എന്തുകൊണ്ടാണ് ടീച്ചർ കൺഗ്രാജുലേറ്റ് ചെയ്ത റിയെ? കാരണം എന്താണ്, നമ്മുടെ പാസേജിലുണ്ട്, റിയ യു ഡിഡ്ന്റ് വിൻ സ്റ്റിൽ യു ആർ ഹാപ്പി. കാരണം അവൾ എന്ത് വിജയിച്ചിട്ടില്ല അല്ലെ, അവൾ പരാജയപ്പെട്ടു, എന്നിട്ടും അവൾ എന്താണ് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അല്ലെ? നമ്മളൊക്കെ ആണെങ്കിൽ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, ദുഃഖിച്ചു അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും അല്ലെ? പക്ഷെ ആ ഒരു പരാജയത്തിലും അവൾ എന്താണ് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ അതാണ് അത് വേണ്ടത് അല്ലെ? അപ്പൊ ആ ഒരു പരാജയത്തിൽ പോലും എന്താ സന്തോഷിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്, കാരണം അവൾ എന്തുണ്ട്, പ്രതീക്ഷയുണ്ടല്ലേ? അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ത് ടീച്ചർ എന്ത് ചെയ്തത്, റിയെ കൺഗ്രാജുലേറ്റ് ചെയ്തു കേട്ടോ. കാരണം അവൾ എന്ത് ചെയ്തു, ഫെയിൽ ആയി, എന്നിട്ട് അവൾ എന്താണ് ഓക്കെ ആണ്, ഹാപ്പി ആണ് എന്നുള്ള സെന്റൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റ്. ദെൻ അടുത്തത്, അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദി ഫോളോയിങ്. ഇപ്പൊ 2 ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചത് ആരെയായിരിക്കും? നമ്മുടെ റക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും അല്ലെ? പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തകിടം മറിച്ചുകൊണ്ട് ചോദിച്ചത് ആരുടെയാ? ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെയുള്ള റിയയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളത് കേട്ടോ. എന്തായിരുന്നു റിയയുടെ ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? അവൾക്ക് ഡ്രോയിങ് ഇഷ്ടമാണെന്ന് എഴുതാം, അതേപോലെ പെയിന്റിങ് ഇഷ്ടമാണെന്ന് എഴുതാം, പിന്നെ എന്താണ് അവളുടെ പ്രായം കൊടുത്തിട്ടില്ല, യെസ് 12-year-old ഗേൾ ആണെന്ന് എഴുതാം, അങ്ങനെയുള്ള പിന്നെ എന്താ ലോങ് കേർലി ഹെയർ ഉണ്ട്, എല്ലാം നമ്മുടെ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അത് തന്നെ എടുത്തങ്ങ് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ പാരഗ്രാഫിൽ തന്നെ എന്ത് എല്ലാം ഉണ്ട്. മാത്രമല്ല എന്താണ്, അവൾ മറ്റുള്ളവരുടെ വിജയത്തിൽ എന്ത് ചെയ്യുന്നു, സന്തോഷിക്കുന്നു അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ക്വാളിറ്റീസ് എന്ത് ചെയ്യാം, അവളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ ആണ്. റിക്കിയുടെ സ്ഥാനത്ത് വന്നത് നമ്മുടെ ആരാണ്? ഡോൾസ് ജേർണിയിൽ ആരാണ്? ആ ഒരു ഗേൾ ആണ് അല്ലെ? അപ്പൊ ആ ഗേളിനെ കുറിച്ചുള്ള ക്വാളിറ്റീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് എന്താക്കിയാൽ മതി, സെന്റൻസസ് ആക്കി എഴുതിയാൽ മതി. അല്ലാതെ ഈ പോയിന്റ് ആയിട്ട് ഈ ക്വാളിറ്റീസ് ഒന്നും എഴുതി വെക്കല്ലേ. പോയിന്റ് ആയിട്ട് ഈ ക്വാളിറ്റീസ് തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടില്ല. പകരം എന്ത് ചെയ്യണം, സെന്റൻസസ് ആക്കി ഈ ക്വാളിറ്റീസിനെ എന്ത് ചെയ്യണം, സെന്റൻസസ് ആക്കി മാറ്റണം കേട്ടോ. അതായത് ലവ്സ് ദ ഡോൾ വെരി മച്ച്, അതിനെ എങ്ങനെ സെന്റൻസ് ആക്കും? ഷീ ലവ്സ് ദ ഡോൾ വെരി മച്ച്, അങ്ങനെ എഴുതണം കേട്ടോ. അല്ലാതെ പോയിന്റ് ഇട്ടിട്ട് എന്താണ് ലിറ്റിൽ ഗേൾ എന്ന് എഴുതിയിട്ട് ഈ പോയിന്റുകളെല്ലാം നിരത്തി താഴെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുക, സെന്റൻസസ് ആക്കി ഡെവലപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ മക്കളെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ഓക്കെ, സെറ്റ്. ദെൻ അടുത്തത് മൂന്നാമത്തെ പാർട്ടാണ് 3-ലെ എ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ്. ഒന്നുകിൽ നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാം. പോസ്റ്റർ എഴുതാനായിരുന്നു വളരെ എളുപ്പം അല്ലെ? സിമ്പിൾ ആയിട്ടൊരു സാധനമായിരുന്നു പോസ്റ്റർ എഴുതാൻ. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചിട്ട്. എന്തായിരുന്നു പോസ്റ്ററിന്റെ ടോപ്പിക്? പ്രിപ്പയർ എ പോസ്റ്റർ ടു ഗീവ് എ മെസ്സേജ് അഗൈൻസ്റ്റ് ദ സോഷ്യൽ മീഡിയ അഡിക്ഷൻ
അതായത് ഒരുപാട് സോഷ്യൽ മീഡിയ എന്താ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് പോലെയാണ് സോഷ്യൽ മീഡിയാസ്. അപ്പൊ അതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെ എന്ത് ചെയ്യുക, ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നതായിരുന്നു എന്താ ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ എഴുതാം, വളരെ എളുപ്പത്തിൽ എഴുതാം അല്ലെ. പോസ്റ്റർ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സേ നോ ടു സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നോ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മൊബൈൽ ഫോണിന്റെ എന്തെങ്കിലും പിക്ചറും വരച്ചു വെച്ചാൽ മതി. ഒരു ക്യാപ്ഷൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു പിക്ചറും വരയ്ക്കുക കേട്ടോ. ആ ക്യാപ്ഷൻ കറക്റ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, സെറ്റ് ആണ്. സിമ്പിൾ പോസ്റ്റർ ആയിരുന്നു അല്ലെ. മൊബൈൽ ഫോൺസ് ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് ചോദിച്ചത്. അത് വളരെ സിമ്പിൾ ആയിരുന്നു. പോസ്റ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെ. നോട്ടീസ് ചോദിച്ചാലും എളുപ്പമാണ്. നോട്ടീസ് എന്താണെന്ന് ചോദിക്കുക, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു ഓർഗനൈസ് ആൻ അവയർനെസ് ക്ലാസ് ഓൺ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. സെയിം സാധനം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തന്നെ അവർ വീണ്ടും എടുത്തിട്ടു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കണം. മക്കളെ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം നിങ്ങൾക്ക് അതിന്റെ ഫോർമാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് എന്ന് വെച്ചിട്ട് എന്താണ് ബോക്സിലാണ്, പക്ഷെ നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ സ്കൂളിന്റെ പേര് വച്ചിരിക്കണം. ABC സ്കൂൾ എന്ന് വെക്കാം. ഓക്കെ, സ്കൂളിന്റെ പേര് വെച്ചിരിക്കണം. പിന്നെ എന്ത് ചെയ്യാം, ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം എഴുതി പോവാം കേട്ടോ. ഡിയർ ഫ്രണ്ട്സ് ആൻഡ് പാരന്റ്സ് എന്നോ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം എഴുതി പോവാ. എന്നിട്ട് എങ്ങനെ എഴുതും, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്നോ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് ആൻ എന്താണ് പറഞ്ഞത്, ഓർഗനൈസ് ആൻ അവയർനെസ് ക്ലാസ് ഓൺ സോഷ്യൽ മീഡിയ. എന്നിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ കാര്യങ്ങൾ പറയാം. പിന്നെ ഡേറ്റും ടൈമും വെന്യൂവും ആഡ് ചെയ്യാം. മക്കളെ എന്താണ് വെന്യൂ എന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്ന് കാണും. വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വെന്യൂ മീൻസ് പ്ലേസ് എന്നാണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്. മിക്കവാറും സ്കൂളിലായതുകൊണ്ട് എന്തായിരിക്കും, സ്കൂൾ ഓഡിറ്റോറിയം എന്നായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഡേറ്റും ടൈമും, ഡേറ്റ് ടൈം അതേപോലെ വെന്യൂ ഇതേപോലെ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക നോട്ടീസിൽ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഓൾ ആർ വെൽക്കം എന്ന് വെക്കുക. എന്നിട്ട് സെക്രട്ടറി എല്ലാ നോട്ടീസിന്റെ ലാസ്റ്റ് കാണില്ലേ. എന്നിട്ട് ക്ലബ്ബ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാ ഇംഗ്ലീഷ് ക്ലബ്. ഇതേപോലെ ഇങ്ങോട്ട് വെച്ചാൽ എന്താണ് സെറ്റ് ആണ് കേട്ടോ നോട്ടീസ്. ഓക്കെ, സ്കൂളിന്റെ പേര് വെക്കണം കേട്ടോ. അതേപോലെ ഡിയർ ഫ്രണ്ട്സോ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് പാരന്റ്സോ ഡിയർ പാരന്റ്സോ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒരു സല്യൂട്ടേഷൻ, ഒരു അഭിസംബോധന എല്ലാ നോട്ടീസിലും കണ്ടിട്ടില്ലേ നിങ്ങൾ കാണിക്കുന്ന ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട എന്താണ് കൂട്ടുകാരെ, സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് എഴുതില്ല. അപ്പൊ ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് വെക്കുക. പിന്നെ ഡേറ്റും ടൈമും വെന്യൂവും, അതായത് തീയതി അതേപോലെ എന്താണ് സമയം അതേപോലെ സ്ഥലം, അത് മൂന്നും എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ടീസിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്താൽ മതി, പോസ്റ്റർ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം നോട്ടീസ് എഴുതാം. രണ്ടും സിമ്പിൾ ടോപ്പിക്സ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, പോസ്റ്ററിനെ കുറിച്ചൊക്കെ നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് നിങ്ങളെ ലൈവ് എന്ത് ചെയ്യുക, ലൈവിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കെയർ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ലൈവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നോട്ട് എന്താണ് ലൈവിനെ കുറിച്ചൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മൾ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ലൈവിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ന്യൂട്ടൺസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂട്ടൺസിനെ കുറിച്ച് ഫ്രണ്ട്സുമായിട്ട് പറയാം. അവരോടും കൂടി എന്ത് ചെയ്യുക ന്യൂട്ടൺസിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം, അടിപൊളിയായിട്ട് പഠിക്കാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഈ മൂന്നാമത്തെ പാർട്ടും കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. നാലാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമെയിൽ ചോദിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമേ ലൈവിൽ ഡിസ്കസ് ചെയ്ത സാധനം ഏത് തന്നെയായിരുന്നു, ഇമെയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഇമെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, നിഹാരാ's father purchased a new television but it stopped working after 1 month. Father asked Nihara to prepare an email to the company asking to solve the problem. അപ്പൊ നിഹാരയുടെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു ടെലിവിഷൻ വാങ്ങിച്ചു. പക്ഷെ 1 മാസത്തിന് ശേഷം എന്ത് ചെയ്തില്ല, ആ ഒരു ടെലിവിഷൻ വർക്കിംഗ് അല്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിഹാര ഒരു ഇമെയിൽ തയ്യാറാക്കൂ, നമുക്ക് എന്ത് ചെയ്യാം കമ്പനിക്ക് എന്ത് ചെയ്യാം അയക്കാം, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത്. ഇതേപോലെ ഒരു സാധനം വൈഷ്ണവ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയത് എന്തായി കേടായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഇമെയിൽ അയച്ചു. ആ സാധനത്തിന് ആ മൊബൈൽ ഫോണിന് പകരം എന്താക്കിയാൽ മതി, പകരം ടെലിവിഷൻ ആക്കിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ ആൻസർ ആയി. അതേപോലെ എന്താണ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേര് മാറ്റി ടെലിവിഷൻ ആക്കിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ ആൻസർ ആയി. സിമ്പിൾ കാര്യം. ടൂവും സബ്ജക്റ്റും സാറും എല്ലാം വെക്കണമെന്ന് അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ടൂവിന്റെ അടുത്ത് ആരുടെ ഐഡി വെക്കണം, ടെലിവിഷൻ കമ്പനിയുടെ ഇമെയിൽ ഐഡി വെക്കണം. ദെൻ സബ്ജക്റ്റിന്റെ അടുത്ത് എന്താണ്, ടെലിവിഷൻ കംപ്ലൈന്റ് ആണ് അല്ലെ, ആ ഒരു കാര്യം വെക്കുക. ദെൻ സാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കുറച്ച് കാര്യങ്ങളല്ലേ, എന്റെ ടെലിവിഷൻ കംപ്ലൈന്റ് ആണ്, എന്താണ് ലാസ്റ്റ് എന്താണ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ടൂവും സബ്ജക്റ്റും സാറും വരെ ഉള്ള ഒരു ഫോർമാറ്റ് സഹിതം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരുന്നു. ഇമെയിലിന്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ. യെസ്, അപ്പൊ നാലാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. എല്ലാവർക്കും എന്ത് ചെയ്ത് കാണും, ഫുൾ മാർക്സും കിട്ടി കാണും അല്ലെ. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട്. യെസ്, കോൺവെർസേഷൻ. റിക്കിയും ഫാദറും വന്നില്ല, അതേപോലെ ഡോളും കാഫ്കയും വന്നില്ല, കാഫ്കയും ലിറ്റിൽ ഗേളും വന്നില്ല, ഒന്നും വന്നില്ല. പകരം എല്ലാ പ്രതീക്ഷകളെയും മാറ്റിക്കൊണ്ട് വന്ന ആരാ, റിക്കിയും റിക്കിയുടെ സുഹൃത്തായ റോണോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് വന്നത്.
എന്തുവായിരുന്നു സംഭവം? വൺ ഡേ റോണോ വിസിറ്റഡ് റിക്കി. ഹി ഗോട്ട് സർപ്രൈസ് ടു സീ ക്ലീൻ റൂം ഓഫ് റിക്കി. അപ്പൊ ഒരു ദിവസം റോണോ എന്ത് ചെയ്യുന്നുണ്ട്? റിക്കിയെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ഒക്കെ റിക്കിയുടെ നല്ല വൃത്തിയുള്ള റൂം കണ്ടവൻ സർപ്രൈസ്ഡ് ആവുകയാണല്ലേ. എന്തുകൊണ്ടായിരിക്കും സർപ്രൈസ് ആയ? റിക്കി അങ്ങനെ വൃത്തിയാക്കിയൊന്നും സൂക്ഷിക്കാറില്ല അല്ലെ, അതുകൊണ്ട് സർപ്രൈസ് ആയി. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എന്നാണ് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പൊ എന്താണ്? ഒരു തുടക്കം തന്നിട്ടുണ്ട്. റോണോ ചോദിക്കുകയാണ്, ഇറ്റ്സ് സർപ്രൈസിങ് യുവർ റൂം ഈസ് പ്രെറ്റി ക്ലീൻ, ഹൂ ഡിഡ് ദിസ്? അപ്പൊ ആരാണ് ചെയ്തത്? അപ്പൊ എന്തിനെ കുറിച്ചുള്ള കോൺവെർസേഷൻ വരേണ്ട? ആരാണ് ചെയ്തത്? അപ്പൊ ആരാ ചെയ്തത്? മൈ റോബോട്ട്. അപ്പൊ മൈ റോബോട്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? തുടങ്ങാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഐഡിയാസ് എല്ലാവരും തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയാൽ മാത്രം മതി. ഓക്കെ, സെറ്റ്. ദെൻ മക്കളെ ലാസ്റ്റ് വൺ, എഡിറ്റിംഗ് എവിടെ എന്ന് നോക്കിയവർക്ക് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ എഡിറ്റിംഗ്. ഓക്കെ, അപ്പൊ എഡിറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ശുഭാൻഷു ശുക്ല ഫ്ലൈ. ഫ്ലൈഡ് എവിടെയാണ് ആദ്യത്തെ തെറ്റ്? എന്ത് വരും? ഫ്ലൈ വരുമോ? ഫ്ലൈ അല്ല, ഫ്ലൈഡ് ആണോ? ഫ്ലൈഡ് എന്ന് എഴുതിയാൽ അതും തെറ്റാണ്. ഫ്ലൂ. ഫ്ലൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഫ്ലൂ ആണ് ആദ്യത്തെ ഭാഗത്ത് വരിക. ഓക്കെ, ദെൻ മക്കളെ അടുത്ത് എന്താണ് അവിടെ തെറ്റ്? ഹി വാസ് എക്സൈറ്റഡ്. ഇവിടെ എക്സൈറ്റഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. പിന്നെ എങ്ങനെയാ മക്കളെ എക്സൈറ്റഡ് എഴുതാ? EXCITED ആണ് എക്സൈറ്റഡ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 1 മാർക്ക്. ദെൻ അടുത്ത എന്താണ് തെറ്റ്? അടുത്തത് യെസ്, ഹി ആണ്. ഹീയുടെ തെറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ച് കാണും. ഫസ്റ്റ് ലെറ്റർ എന്താക്കിയാൽ മതി? ക്യാപിറ്റൽ ആക്കിയാൽ മതി. അപ്പൊ ഹി സെറ്റായി. പിന്നെ എന്താ? conducted many experiments during his time at space. അല്ല മക്കളെ, അറ്റ് സ്പേസ് എന്ന് പറയില്ല, ഇൻ സ്പേസ് കേട്ടോ. ഇൻ സ്പേസ്. ഓക്കെ, ഇൻ സ്പേസ് എന്ന് പറയാ. ദെൻ ശുക്ല ഹോപ്സ് ഇസ് ജോണി വുഡ് ചിൽഡ്രൻ എൻകറേജ്. സാറ് പറഞ്ഞായിരുന്നു ലൈവില്, ഒരെണ്ണം എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ജമ്പിൾഡ് ആക്കി തന്നേക്കും അല്ലെ. അതിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ചിൽഡ്രൻ എൻകറേജ് എന്നല്ല, പകരം എന്തെന്ന് എഴുതണം? എൻകറേജ് ചിൽഡ്രൻ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ എക്സൈറ്റഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. പിന്നെ ഫ്ലൂ ആക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ഇൻ സ്പേസ് ആണ്. ദെൻ ഹീയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കണം എന്ന് പറഞ്ഞു. ദെൻ എന്താണ്? ചിൽഡ്രൻ. എൻകറേജ്ഡ് അല്ല, എൻകറേജ് ചിൽഡ്രൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ കീ. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് എഴുതിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ എന്താണ് പാസേജിൽ കണ്ടതുപോലെയുള്ള അതെന്താണ് കുറെ ഓപ്ഷൻസ് തന്നിരിക്കും. 1, 2, 3 ആർ കറക്റ്റ്, അതേപോലെ 1, 2 ആർ കറക്റ്റ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ അടുത്ത വരുന്ന എക്സാംസ് ഒക്കെ സെറ്റ് ആക്കി പഠിക്കും. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും അടുത്ത എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.